CMRLന്റെ ഇടപാടുകളിൽ പ്രാഥമിക അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി. ലളിതകുമാരി കേസിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് അമിക്കസ് ക്യൂറി നിലപാട് അറിയിച്ചത്. വാദം പൂർത്തിയായ സാഹചര്യത്തിൽ പൊതുപ്രവർത്തകനായ G. ഗിരീഷ് ബാബു നൽകിയ ഹർജി ഹൈക്കോടതി വിധി പറയുവാൻ മാറ്റിവെച്ചു. CMRL കമ്പനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ ഗൗരവകരമാണെന്ന് അമിക്കസ് ക്യൂറി അഖിൽ വിജയ് അറിയിച്ചു. വ്യാപക പ്രതിഷേധമുയർന്ന സമയത്ത് CMRL സംസ്ഥാനത്തെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പ്രമുഖ നേതാക്കൾക്ക് കോഴ നൽകിയെന്നുമാണ് ആക്ഷേപം. സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ മറയ്ക്കാൻ CMRL ആദായ നികുതി വകുപ്പിന് നൽകിയ രേഖകളിൽ ചെലവ് പെരുപ്പിച്ച് കാട്ടിയെന്നും അമിക്കസ് ക്യൂറി അഖിൽ വിജയ് ഹൈക്കോടതിയെ അറിയിച്ചു. സംശയകരമായ ഇടപാടുകളുടെ തെളിവുകൾ ആദായ നികുതി വകുപ്പ് CMRLൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുമുണ്ട്. കോഴ നൽകിയതിന് ആദായ നികുതി വകുപ്പിന് CMRL ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. എക്സലോജിക് നൽകിയ സേവനത്തെക്കുറിച്ച് CMRL ഉദ്യോഗസ്ഥർക്ക് ധാരണയില്ല. സേവനത്തിൽ വ്യക്തതയില്ലെന്നാണ് CMRL ഉദ്യോഗസ്ഥർ ഇൻടേം സെറ്റിൽമെന്റ് ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. വ്യക്തതയില്ലാത്ത മറുപടി നൽകിയതിനാലാണ് വീണയ്ക്കെതിരെ SFIO അന്വേഷണം നടത്തുന്നതെന്നും അമിക്കസ് ക്യൂറി അഖിൽ വിജയ് ഹൈക്കോടതി അറിയിച്ചു. ബാർ ഉടമ ബിജു രമേശ് മാധ്യമത്തിന് നൽകിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ബാർ കോഴയിൽ അന്നത്തെ ധനമന്ത്രി KM മാണിക്കെതിരായ പ്രാഥമിക അന്വേഷണം വിജിലൻസ് നടത്തിയത്. അതേ രീതിയിൽ CMRL ഇടപാടുകളും പ്രാഥമിക അന്വേഷണമാകാമെന്നും അമിക്കസ് ക്യൂറി നിലപാടെടുത്തു.